Good morning all. ഞാൻ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ ഓർഗനൈസേഷനെ പറ്റി കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ കീഴിൽ ഗവൺമെൻറ് ഫോം ചെയ്ത ടെലികോം റിലേറ്റഡ് സ്കില്ലിംഗ് ഇന്ത്യയിൽ മൊത്തം നടത്തുന്ന ഓർഗനൈസേഷനാണ്. ആൻഡ് ഞങ്ങൾക്ക് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അക്കാഡമിക് പാർട്ട്നേഴ്സ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അക്കാഡമിക് പാർട്ട്ണറുമാണ് ഇൻഡസ്ട്രി പാർട്ട്ണറുമാണ് ബ്രിഡ്കോ. അതിൽ ഞങ്ങൾക്ക് അത്യധികം അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വളരെ കുറവാണ്. ഞാനൊരു സൗത്തിൽ ഒരു 4-5 സംസ്ഥാനത്തിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഒരു റീജിയണൽ മാനേജർ. അപ്പം അങ്ങനെയാണ് തുടക്കം. അപ്പം കുറേ സ്ഥാപനങ്ങളുമായിട്ട് ഡെയിലി സംസാരിക്കാറുണ്ട്. 4-5 സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ബ്രിഡ്കോ. കാരണം ബ്രിഡ്കോയിൽ ഒരാളോട് ഒരു കാര്യം ഒരു ഫാക്കൽറ്റിയോട് പറഞ്ഞാൽ അത് പക്കയായിട്ട് ചെയ്തിരിക്കുക. എനിക്ക് അതിൻ്റെ പുറയിൽ ഓടേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. പിന്നെ TSSC ബ്രിഡ്കോയെ അസോസിയേറ്റ് ചെയ്യുമ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഈ ഫങ്ഷന് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ണി സാറ് ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു. ഞാനൊരു 5 മിനിറ്റ് എന്താ നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രം ആ വീഡിയോ കണ്ട ആളാണ്. പക്ഷെ അത് 1 മണിക്കൂറായി, 2 മണിക്കൂറായി. ഏകദേശം ഇത് വൈൻഡപ്പ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു വൈൻഡപ്പ് ചെയ്യുന്നിടം വരെ ഞാൻ കണ്ട ആളാണ്. അപ്പം ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടു തുടങ്ങിയപ്പോൾ അത്ഭുതമാണ്. കാരണം നമ്മൾ ഈ കാണുന്നത് ഒരു NITയിലോ IITയിലോ പഠിച്ച കുട്ടികളുടെ പാസ് ഔട്ട് അല്ല, അലുമിനി മീറ്റ് അല്ല. കാരണം ഒരു ട്രെയിനിങ് സെൻറ്ററിൽ അവരുടെ കോഴ്സ് ഇത്രത്തോളം റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ അത് 25 വർഷം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും അതിൻ്റെ ഫാക്കൽറ്റീസിൻ്റെയും അവരുടെ ആ രീതിയിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ നമിക്കണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അന്ന് ഞാനിത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും സേഫായിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് എത്തിപ്പെട്ടതെന്ന്. ഓക്കെ, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് ഏറ്റവും സേഫായിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു റെഗുലർ വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് BTech പഠിച്ച് അല്ലെങ്കിൽ ഒരു MBBS പഠിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു പ്രൊഫഷണലാകാം. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അക്കാഡമിക്കിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മാർക്ക് കുറഞ്ഞിട്ട് ഒരു അഡ്മിഷൻ കിട്ടാതെ പോയി. എന്നാൽ അയാൾക്ക് പല കഴിവ് കാണും, ചിലപ്പോൾ റിപ്പയറിങ് കഴിവ് കാണും. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഒരു പല ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയി അവരെ ഓൺട്രപ്രണർഷിപ്പ് എന്നൊരു ലെവലിലേക്ക് എത്തിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല. സോ ഇവിടുത്തെ അലൂമിനീസിനെ ഓരോരുത്തരെയും കണ്ടപ്പം എനിക്ക് അത്രയും അത്ഭുതത്തോടാണ് കണ്ടത്. കാരണം ഇവർ പെട്ടെന്നൊരു കോഴ്സ് ചെയ്ത് അത് പാസ്സായി കഴിഞ്ഞാൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിലും അവരെവിടാന്ന് പോലും തിരക്കാറില്ല. എവിടെയെങ്കിലും അലൂമിനിയം മീറ്റിൽ വിജയക്കൊടി പാറിച്ച 1-2 പേരെ കാണിക്കാം. പക്ഷേ ഇവിടെ ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് തീർച്ചയായും ബ്രിഡ്കോ എന്ന സ്ഥാപനത്തിൻ്റെ അഭിമാനം ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.